ക്രിസ്മസ് ദിനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ മുനമ്പം സമരസമിതി ആഘോഷങ്ങൾ മാറ്റിവെച്ച് നിരാഹാര സമരം തുടരാനാണ് തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷനുമായി സമരസമിതി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് അറിയിച്ചു. ജനുവരി 4 പരാതിക്കാരെയെല്ലാം നേരിൽ കാണുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. 4-ാം തീയതി മുനമ്പത്ത് പോയിരിക്കുകയാണ്. ഇവരുടെയൊക്കെ താമസവും അവിടുത്തെ സ്ഥിതി ഒന്ന് നേരെ മനസ്സിലാക്കാമെന്ന് ഓർത്തു. അപ്പോൾ റവന്യൂ അതോറിറ്റീസ് എല്ലാം വരും. അവിടെ എന്നെ കാണാൻ അസംബ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ള അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും. റിട്ടേണായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും തന്നു. ഇനി ഫറൂഖ് കോളേജ് തന്നു. ഏറ്റവും മുഖ്യമായിട്ടുള്ള കക്ഷിയാണ് ഫറൂഖ് കോളേജ്. അവരുടെ അടുത്താണ് ഈ ആൾക്കാരൊക്കെ വസ്തു മേടിച്ചേക്കണേ. പിന്നെ അവിടുത്തെ മുനമ്പൻ നിവാസികൾ ഡോക്യുമെൻ്റൊക്കെ തന്നു. അവരെല്ലാം ഒരു റെപ്രസെൻറ്റേഷനൊക്കെ തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇനി വഖഫ് ബോർഡാണ് പ്രധാനമായിട്ടും മുഖ്യ കക്ഷി തരാനുള്ള. വഖഫ് ബോർഡിൻ്റെ ലോയർ എന്നെ വന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു താമസിയാതെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണേലും ഒരു 10 ദിവസത്തിനകം എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ വെർഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഹിയറിങ് കളക്ട്രേറ്റിൽ വെക്കാനിരിക്കുകയാണ്. എല്ലാവരും കേൾക്കും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് ഫെബ്രുവരി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഞാൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും പറയുന്നു കൊടുക്കാൻ സാധിക്കും. അലമീൻ വിവരങ്ങളുമായി. അലമീൻ, വളരെ വേഗം തന്നെ റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 4 മുനമ്പം സന്ദർശിക്കാനിരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കില്ലാതെ മുനമ്പം സമരസമിതി സമരം തുടരുകയാണ്. അപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ പ്രതീക്ഷ അവർക്ക് ഇല്ല എന്നാണോ? എന്താണ് അവരിപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത്? സ്മൃതി, മുനമ്പത്ത് കുറേ നാളുകളായി സമരം തുടരുകയാണ്. നാളെ ഒരു സുപ്രധാന ദിനമാണ്, ക്രിസ്മസ് ദിനമാണ്. പക്ഷേ ആ ആഘോഷം പോലും മാറ്റിവെച്ച് നിരാഹാര സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. അത്രമേൽ പ്രധാനമായ ഗൗരവ സ്വഭാവമുള്ളത് കൊണ്ടാണ് ആഘോഷം പോലും ഒഴിവാക്കി സമരം തുടരുന്നത് എന്നുള്ളതാണ് സമരസമിതി പറയുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ക്രിസ്മസ് ദിവസത്തിന്റെ തലേന്ന് ജുഡീഷ്യൽ കമ്മീഷനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചത്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ളതാണ് സമരസമിതി ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ആഘോഷം പോലും മാറ്റിവെച്ച് സമരം തുടരണമെങ്കിൽ അതിന് അത്രത്തോളം ഗൗരവ സ്വഭാവമുള്ള വിഷയമാണ് എന്ന് കമ്മീഷനെ ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നേരിട്ട് തന്നെ സഭാപ്രതിനിധികളും അതുപോലെ തന്നെ സമരസമിതി അംഗങ്ങളും അവിടെ എത്തിയത്. എന്ന് മാത്രമല്ല, മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുകൂടി അവർ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അനുഭവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. താമസം വിന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. ജനുവരി 4-ാം തീയതി മുനമ്പം സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് ആർക്കൊക്കെ പരാതി നൽകാനാകുമ്പോൾ പരാതി ഉള്ള ആളുകൾക്കൊക്കെ അവിടെ വെച്ച് നേരിൽ കണ്ട് പരാതി അറിയിക്കാം എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയാണ്. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി പല ഇടങ്ങളിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ കണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇനി വഖഫ് ബോർഡാണ് ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അറിയിക്കേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് നൽകേണ്ടത്. അതുകൂടി ലഭിച്ചതിന് ശേഷം ഹിയറിംഗ് നടത്തി വിശദമായ പരിശോധനകൾക്ക് ശേഷം ഫെബ്രുവരിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ കൂടി CN രാമചന്ദ്രൻ നൽകുകയാണ്. ഏതായാലും അത്തരത്തിൽ കമ്മീഷന്റെ നടപടികളുമായി കമ്മീഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി കുറച്ചുകൂടി വേഗതയിൽ പൂർത്തിയാക്കണമെന്നൊരു ആവശ്യമാണ് മുനമ്പം സമരസമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നാളെ ഏതായാലും ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമരപ്പന്തലിൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. അതവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ശരിയല്ല മീനാണ് വിവരങ്ങൾ നൽകിയത്.